घर की बात भी नहीं और मेरी लड़की से शादी जबरदस्ती कर ली सर, तेरे पाँव पड़ू। യഥാർത്ഥ കേരള സ്റ്റോറി എന്ന തരത്തിൽ പ്രചരണം നടത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാനത്തെ മന്ത്രിയും വിവാഹത്തിൽ പങ്കെടുത്തത്. CPM നടത്തിക്കൊടുക്കുന്ന വിവാഹമായി ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് മൊണാലിസയുടെ പ്രായം സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വന്നത്. ഇന്ത്യ ടുഡേ കഴിഞ്ഞ വർഷം മൊണാലിസയുടെ ജന്മദിനത്തിൽ റിപ്പോർട്ട് ചെയ്തത് 16 വയസ്സ് എന്നാണ്. ജനുവരി 21, 2009 ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ആയി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊണാലിസയുടെ നിലവിലെ പ്രായം 17 വയസ്സും 2 മാസവുമാണ്. മൊണാലിസയുടെ ജന്മദിനത്തിൽ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും 16 വയസ്സ് എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച ആധാറിൽ 1/1/2008 വിവാഹം നടക്കുന്നതിനായി ആധാറിൽ കൃത്രിമം നടത്തിയതാണോ എന്നാണ് നിലവിൽ സംശയമായി ഉയരുന്നത്. മൊണാലിസയുടെ പ്രായത്തിൽ വ്യക്തത വരുത്താതെയും ബന്ധുക്കളുമായും സംസാരിക്കാതെയുമാണ് CPM വിവാഹത്തിന് മുൻകൈയെടുത്തത്. മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ കല്യാണം കഴിക്കുന്നു എന്നതിനെ റിയൽ കേരള സ്റ്റോറിയായി പ്രചരണം നടത്തി കല്യാണം കൊഴിപ്പിക്കുകയായിരുന്നു. എന്നാൽ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ല എന്ന് തെളിഞ്ഞാൽ വിവാഹം നടത്തിയവർക്കെതിരെയും കേസെടുക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയും അടക്കമുള്ളവർ നിയമത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. മൊണാലിസയ്ക്ക് 16 വയസ്സെന്ന അമ്മ പറയുന്ന ശബ്ദ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. देखो मेरी बात समझो, मेरा आदमी एक ही लाए, दोनों माए बेटे गए थे। आप केरला से बात कर रहे हो ना सर? तेरे पाँव पड़ू। मेरे आदमी को वो लोगों ने कब्जे में ले लिया, उसको थाने में बिठा दिया। मेरी लड़की को कुछ खिला पिला दिया, तो मेरी लड़की से कुछ बोले भी नहीं, कुछ घर की बात भी नहीं और मेरी लड़की से शादी जबरदस्ती कर ली सर, तेरे पाँव पड़ू। मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर। एयरपोर्ट में ठीक है। माता जी ये बताइए, इनका जो डेट ऑफ बर्थ कितना है ये मोना का? कैसे बोलो? जन्म तीयति कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है। तो मेरे पति हेलो, मेरी लड़की का 16 साल का ही है। देखो आप भी फेमस हुई थी, 16 साल की है. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൈറലായിട്ടുള്ള മൊണാലിസ അറിയാലോ. മൊണാലിസയുടെ വിവാഹവും കഴിഞ്ഞത് നമ്മുടെ കേരളത്തിൽ വന്ന് നടത്തിയ ഒരു വിവാഹവും വലിയ രീതിയിൽ തരംഗമാവുകയാണല്ലേ. അപ്പൊ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ ഒരു മതേതര പ്രണയകരെ കുറിച്ച് തന്നെയാണ്. കുംഭമേളയിലെ വൈറൽ സുന്ദരി മൊണാലിസയുടെ കല്യാണം എന്ന് പറയുന്നത് ആ കല്യാണ പന്തലിലെ ലൈറ്റുകൾ അണഞ്ഞപ്പോൾ പുറത്തു വരുന്നത് അത്ര സുഖകരമായിട്ടുള്ള വാർത്തയൊന്നുമല്ല. ഇത് യഥാർത്ഥ കേരള സ്റ്റോറിയാണോ അതോ നിയമത്തെ നോക്കുകുത്തിയാക്കി പടച്ചുണ്ടാക്കിയ ഒരു തിരക്കഥയാണോ എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞ സംശയമാണ്. എന്തായാലും ഈ ഒരു വിവാഹം നടക്കുമ്പോൾ തന്നെ ഇതിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് മന്ത്രോച്ചാരണങ്ങളോടെയാണ് കല്യാണം നടക്കുന്നത്. വരൻ ഒരു മുസ്ലിം യുവാവും വധു ഉത്തരേന്ത്യക്കാരിയായിട്ടുള്ള ഹിന്ദു പെൺകുട്ടിയും. സംഗതി ഉഷാറാണ്. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ അവിടെ എത്തി ഈ വിവാഹത്തിന് കാവലും നിൽക്കുന്നു. കേരളം എത്ര മതേതരമാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വെപ്രാളമാണ് ആ പന്തലിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള പ്രൊമോഷൻ എന്ന് വേണം പറയാൻ. പക്ഷേ ഈ ഒരു ആഘോഷങ്ങൾക്കിടയിൽ ഭരണകൂടം മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ച ചില ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ തർക്കം എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ പ്രായത്തെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു കുട്ടി വൈറലായ സമയത്ത് നാഷണൽ മീഡിയ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് അവൾക്ക് 16 വയസ്സാണ് എന്നാണ്. പക്ഷെ അതിനുശേഷമുള്ള ഒരു 14 മാസം കൊണ്ട് ഈ ഒരു 16 വയസ്സ് എങ്ങനെ 18 ആയിട്ട് മാറി? ഒരു ആധാർ കാർഡൊക്കെ ഇവർ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആധാർ കാർഡിൽ 18 വയസ്സുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് തിരുത്തലുകൾ വരുത്താൻ ഏറ്റവും എളുപ്പം എന്നുള്ള കാര്യം. എന്തായാലും ഈ ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് അവളുടെ അമ്മ തന്നെ കരഞ്ഞു പറയുന്നുണ്ട്. നിയമം നടപ്പിലാക്കേണ്ട മന്ത്രിമാർക്ക് ഒരു ആധാർ കാർഡ് കിട്ടിയപ്പോൾ എല്ലാം ബോധ്യപ്പെട്ടു. എന്തോ ബോധ്യപ്പെട്ടതായിട്ട് അഭിനയിച്ചതാണോ എന്നും അറിയില്ല. നോക്കൂ, മൊണാലിസയെ നമ്മൾ കാണുമ്പോൾ ഹിന്ദി അല്ലാതെ മറ്റൊരു ഭാഷയും ആ കുട്ടി സംസാരിക്കാറില്ല. അതിനറിയില്ല, അതാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ളൊരു വിദ്യാഭ്യാസവും ഇല്ല. മാല വിറ്റ് നടന്ന ഒരു നിഷ്കളങ്കയായിട്ടുള്ള ഒരു നാടോടി പെൺകുട്ടി. പെട്ടെന്നൊരു ദിവസം അവൾ വൈറലുമായി. ആയിരക്കണക്കിന് ആരാധകരും ഉണ്ടായി. ഇത്തരം കുട്ടികളെ ചൂഷണം ചെയ്യാൻ ഒരുപാട് പേര് വരും. ഇവിടെ ഈ ഒരു യുവാവ് അവളെ പ്രപ്പോസ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കാൻ മാത്രം പക്വത ഈ ഒരു പെൺകുട്ടിക്കുണ്ടായിരുന്നു. അതായത് അവളെ ആരോ വഴിതെറ്റിച്ചതാണ് എന്നുള്ളത് അമ്മയുടെ ഒരു ആരോപണം. നമ്മൾ എങ്ങനെ അത് തള്ളിക്കളയും? ശരിക്കും പറഞ്ഞാൽ ഒരു മതേതര സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ഇവിടെ പന്താടുകയാണ് ചെയ്തത്. വിവാഹപ്രായം പോലും പൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നത് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം വലിയൊരു കുറ്റമാണ്. പെൺകുട്ടിയുടെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു എന്നാണ് അമ്മ പറയുന്നത്. സ്വന്തം വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാദമായിട്ടുള്ള പശ്ചാത്തലമുള്ള ഒരു വിവാഹത്തിന് സർക്കാർ സംവിധാനങ്ങൾ എന്തിനാണ് ഇത്ര ധൃതി കാണിച്ചത്? നാളെ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കോടതിയിൽ തെളിഞ്ഞാൽ അവിടെ സാക്ഷികളായിട്ട് നിന്ന ഈ മന്ത്രിമാർക്ക് എന്ത് മറുപടിയാണ് ഉണ്ടാവുക? സുഹൃത്തുക്കളെ, നമ്മൾ വർഗീയതയ്ക്ക് എതിരാണ്, പക്ഷെ അത് നിയമവിരുദ്ധതയ്ക്ക് കൂട്ടുനിന്നുകൊണ്ടാകരുത്.
നോർത്തിൽ നിന്ന് ഒരാള് ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ ഒന്നും അന്വേഷിക്കാതെ മന്ത്രിമാർ തന്നെ കല്യാണം നടത്തി കൊടുക്കും എന്നൊരു തെറ്റായിട്ടുള്ള സന്ദേശമല്ലേ ഇവിടെ കൊടുക്കുന്നതും. ഇവിടെ മൊണാലിസയുടെ വിവാഹ വാർത്ത കേട്ടപ്പോൾ നമ്മളെല്ലാം ആദ്യം ചിന്തിച്ചത് ഒരു നാടൻ പെൺകുട്ടിക്ക് ലഭിച്ച നല്ലൊരു ജീവിതത്തെ കുറിച്ചാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ അമ്മയുടെ ശബ്ദം പുറത്തു വന്നതോടുകൂടി തന്നെ ആ ചിത്രം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഈ ഒരു ഭരണകൂടം അതിനെ മതേതരത്തിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു വിജയമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറുഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു കുടുംബം തകർന്നു നിൽക്കുന്ന ഒരവസ്ഥ. ശരിക്കും ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ആ അമ്മ പറയുന്നതൊന്ന് കേട്ടു നോക്കിയേ. എന്റെ മകൾക്ക് 16 വയസ്സേ ഉള്ളൂ, അവളെ ആരോ തട്ടിക്കൊണ്ടു പോയതാണ്, മയക്കുമരുന്ന് നൽകിയതാണ് എന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത്. ഇതിനെ വെറും ആരോപണമായിട്ട് തള്ളിക്കളയാൻ നമുക്ക് പറ്റുമോ? സ്വന്തം മകളെ സുരക്ഷിതയാണോ എന്ന് ആകുലപ്പെടുന്ന ഒരു അമ്മയുടെ വേദന അത് കാണാതെ പോകുന്നത് വലിയൊരു ക്രൂരതയാണ്. ശരിക്കും ഈ ഒരു വിവാഹം കഴിച്ച പയ്യൻ ആരാണ്? ഇയാളുടെ ജോലി എന്താണ്? മുൻപ് ഇയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇയാളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? ഇതൊന്നും അന്വേഷിക്കാതെ വെറും ഒരു ഇൻസ്റ്റാഗ്രാം റീലിലോ അല്ലെങ്കിൽ സിനിമയിലോ അഭിനയിച്ച പരിചയത്തിലെ ഒരു പെൺകുട്ടി ഇയാൾക്ക് കൈമാറുന്നത് എത്രത്തോളം ശരിയാണ്? ഒരു പരാതി ഉയർന്നാൽ ശരിക്കും പറഞ്ഞാൽ അത് തീർപ്പാക്കിയിട്ട് വേണ്ടേ ഈ ഒരു ശുഭകർമ്മങ്ങളൊക്കെ നടത്താൻ? പെൺകുട്ടിയുടെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭരണകൂടം ഇവിടെ ഒരു മധ്യസ്ഥന്റെ റോളാണോ അതോ വില്ലന്റെ റോളാണോ ചെയ്യുന്നത്? മറുഭാഗത്ത് ഇതിനെ അനുകൂലിക്കുന്നവരും ഉണ്ട് കേട്ടോ. അവര് പറയുന്നതെന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് കുംഭമേളയിൽ അലഞ്ഞു തിരിയുന്നതിനേക്കാൾ നല്ലത് മികച്ചൊരു ജീവിതം എവിടെ ലഭിക്കും എന്നുള്ളതാണ്. അവൾക്ക് സുരക്ഷ ലഭിക്കും എന്നൊക്കെയാണ്. അതായത് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് പോലീസിന് മുന്നിൽ ഹാജരാക്കിയ ഒരു ആധാർ ശരിയാണെങ്കിൽ അവൾക്ക് തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു പോസിറ്റീവ് വശം നോക്കിയാണ് പലരും ഇതിനെ പിന്തുണയ്ക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് നിയമലംഘനമാണോ എന്നുള്ള ഡൗട്ടാണ്. കാരണം ഒരു പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും നോക്കാതെ മതേതരത്വം എന്ന ഒരു ബോർഡ് വെച്ച് ഈ ഒരു വിവാഹത്തെ വെള്ള പൂശുന്നത് വലിയൊരു തെറ്റായ മാതൃകയാണ്. നാളെ ഇതേ പെൺകുട്ടി ഈ ഒരു യുവാവിൽ നിന്ന് പീഡനം അനുഭവിക്കേണ്ടി വന്നാൽ ഇന്ന് പന്തലിൽ പോയി ചിരിച്ചു നിന്ന ഇതേ മന്ത്രിമാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? പ്രണയം നല്ലതാണ്, പക്ഷെ അത് ചതിയാകരുത്. അതുപോലെ തന്നെ മതേതരത്വവും നല്ലതാണ്, പക്ഷെ അത് ആരുടെയും കണ്ണീരിന് മുകളിലാകരുത് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ മൊണാലിസ എന്ന പെൺകുട്ടിയെ ഒരു വ്യക്തിയായിട്ടല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ടാണ് പലരും കണ്ടത് എന്നുള്ളതാണ്. കേരളം എത്ര മതേതരമാണ് എന്ന് തെളിയിക്കാൻ നമുക്കൊരു ഇരയെ വേണമായിരുന്നു. ആധാർ കാർഡിലെ പ്രായം വെച്ച് നമുക്ക് നിയമപരമായിട്ട് രക്ഷപ്പെടാം. പക്ഷെ ആ കുട്ടിയുടെ മാനസിക പക്വത ആരെങ്കിലും അളന്നിട്ടുണ്ടോ? വടക്കേ ഇന്ത്യയിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് വന്ന് ഭാഷ പോലും അറിയാത്ത ഒരു പെൺകുട്ടിക്ക് താൻ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഇടയിലാണെന്ന് പോലും മനസ്സിലാക്കാൻ പോലും ഇല്ലാത്ത ഒരു പക്വത അതിനുണ്ടോ? ഇതൊരു വിവാഹമാണോ അതോ കേരളത്തിന്റെ മതേതരത്വം വിപണനം ചെയ്യാനുള്ള ഒരു ഷോ ആണോ എന്ന് പോലും അതിനറിയില്ല. രണ്ടാമത്തെ കാര്യമാണ് ആ പെൺകുട്ടിയുടെ അമ്മയുടെ ഒരു വേദന. നമ്മൾ മലയാളികൾ എപ്പോഴും വിചാരിക്കാറുണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവരൊക്കെ വിവരമില്ലാത്തവരും ദരിദ്രരുമാണ് എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് നമ്മൾ നൽകുന്നതാണ് ഏറ്റവും വലിയ ജീവിതം എന്ന് നമ്മൾ അഹങ്കരിക്കും. എന്നാൽ ഒരു അമ്മയ്ക്ക് അവരുടെ മകൾ പ്രൊഫസർ ആയാലും ശരി, മാല വിറ്റ് നടന്നാലും ഒരേ മകൾ തന്നെയാണ്. ഒരു കുടുംബത്തിന്റെ സമ്മതമില്ലാതെ അവരുടെ പരാതികൾ കേൾക്കാതെ ഞങ്ങൾ കേരളീയർ നിനക്ക് നല്ല ജീവിതം തരുമെന്ന് പറയുന്നതിന് ഒരുതരം സാംസ്കാരിക അധിനിവേശം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ കുടുംബത്തെ നമ്മൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ഉപജീവനത്തിനായിട്ട് ഇവിടെ എത്തുന്നവരെ നമ്മൾ എപ്പോഴും ഒരു തരം താഴ്ന്ന കണ്ണോടുകൂടി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ ബന്ധങ്ങൾക്കോ അവരുടെ വൈകാരികതയ്ക്കോ നമ്മൾ ഒരിക്കലും വില കൽപ്പിക്കാറില്ല. മൊണാലിസയുടെ കാര്യത്തിൽ നടന്നത് നോക്കൂ. ഇവിടെ നമ്മുടെ സാംസ്കാരിക അഹങ്കാരം പ്രകടമാണ്. സ്വന്തം നാട്ടിലെ ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ പശ്ചാത്തലമില്ലാത്ത ഒരാളുടെ കൂടെ പോയതെങ്കിൽ നമ്മൾ ലവ് ജിഹാദ് എന്നും തട്ടിക്കൊണ്ടു പോകലെന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും തെരുവിൽ ഇറങ്ങുമായിരുന്നു. ഇവിടെ മൊണാലിസ വെറും ഒരു നാടോടി പെൺകുട്ടി ആയതുകൊണ്ട് അവളുടെ അച്ഛനമ്മമാരുടെ ശബ്ദം പോലീസ് സ്റ്റേഷന്റെ മതിലുകൾക്കുള്ളിൽ തന്നെ ഒതുങ്ങിപ്പോയി. ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. അപ്പൊ കൂട്ടുകാരെ, മതേതരത്വം എന്നത് ഒരു അലങ്കാരമല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. രണ്ട് വ്യക്തികൾ സ്നേഹിക്കുന്നതിലോ വിവാഹം കഴിക്കുന്നതിലോ അത് തെറ്റില്ല. പക്ഷെ ആ വിവാഹം മറ്റൊരാളുടെ കണ്ണീരിന് മുകളിലാകരുത്. ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കതയെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ നാണക്കേടാണ്. നിയമം എന്ന് പറയുന്നത് രേഖകളിൽ മാത്രം പോരാ, അത് നീതിയിൽ ഉണ്ടാകണം. ആ പെൺകുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനേ പറ്റൂ. പക്ഷേ അവളുടെ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ആ ഒരു ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ ഇന്ന് പന്തലിൽ പോയി ചിരിച്ചു നിന്നവർ നാളെ കുറ്റവാളികളായിട്ട് മാറും. അപ്പൊ ഇന്നത്തെ ഈ ഒരു വിശകലനം നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നമ്മുടെ ഭരണകൂടം ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇതിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായിട്ടുള്ള വാർത്താ വിശകലനവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.